Can't let you get away. നമസ്കാരം. ഈ ക്രിസ്തുമസ് കാലത്ത് റിലീസ് ചെയ്ത മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായ ഈ ചിത്രം കേരളത്തിലും പുറത്തും വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നു. ഒരു ആക്ഷൻ സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അപൂർവം സംഭവിക്കുന്ന ഒന്നാണ്. ആക്ഷൻ സിനിമകൾ വിജയിച്ചാൽ അത് ചലച്ചിത്ര വ്യവസായത്തിൽ ഒരുപാട് അലയൊലികൾ സൃഷ്ടിക്കുകയും പല മാറ്റങ്ങളും പുതിയ താരോദയവും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആക്ഷൻ സിനിമകൾ വൻ വിജയമുണ്ടായ ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ അതിലേക്കുള്ളൊരു സൂചനയാണ് തരുന്നത്. തിയേറ്ററുകളിൽ ഭയങ്കരമായ ആവേശം, സിനിമ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള സിനിമ, ആക്ഷൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആക്ഷൻ. ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ജയനെ ആരാധിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹമുള്ള കേരളത്തിൽ ഉണ്ണി മുകുന്ദൻ്റെ പ്രകടനവും ശരീര സൗന്ദര്യവും മുഖലാവണ്യവും പ്രതീക്ഷയുള്ള കണ്ണുകളും ആരാധകരെ വല്ലാത്ത ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. മാർക്കോ വരുന്നതിന് മുൻപ് മേപ്പിടിയാൻ, മാളികപ്പുറം എന്നീ രണ്ട് ചിത്രങ്ങളുടെ വൻ വിജയം ഈ നടനെ മലയാള പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. അതിൽ മേപ്പിടിയാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു സാധാരണത്വമുള്ള ഒരു കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരു ലളിതമായ കഥയും ആശയവുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുകയും ഒരുപാട് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. അത് ഒരു നടൻ എന്നുള്ള നിലയിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ചലച്ചിത്ര രംഗത്ത് അടിയുറച്ചു നിൽക്കുവാനുള്ള കരുത്ത് മേപ്പിടിയാൻ എന്ന സിനിമ ഉണ്ണി മുകുന്ദന് നൽകുകയുണ്ടായി. അതിനുശേഷം വന്ന മാളികപ്പുറം ഒരു ദേവസ്പർശമുള്ള ഒരു കഥയും അതിനോടനുബന്ധിച്ചുള്ള ഒരു കഥാപാത്രവുമായിരുന്നു. അതൊരു പ്രത്യേക തരത്തിൽ ആ നടനെ കുറച്ച് ആരാധകരെ സൃഷ്ടിക്കുകയും വലിയൊരു ആവേശം ഉണ്ടാക്കുകയും ചെയ്തൊരു സിനിമയായിരുന്നു. അതിനുശേഷമാണ് ഈ മാർക്കോയുടെ വരവ്. ഈ ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഇഷ്ടം, ഉണ്ണി മുകുന്ദനൊരു പ്രത്യേക ഇഷ്ടം ആക്ഷൻ സംഗതികളോടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ രൂപവും നമ്മുടെ സിൽവസ്റ്റർ സ്റ്റാലിനെ പോലുള്ള രൂപവും ആ ശരീരഭാഷയും നല്ല മസിൽസും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇതിനോടുള്ള ഒരു ആവേശം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ ആക്ഷൻ ചെയ്യുന്ന യുവതാരങ്ങൾ കുറവാണ്. പൃഥ്വിരാജ്, ടൊവിനോ, ആ ശ്രേണിയിലേക്കാണ് ഉണ്ണി മുകുന്ദൻ കടന്നു വരുന്നത്. അപ്പോൾ അത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു ആക്ഷൻ രംഗങ്ങളോടുള്ള ഒരു സാമീപ്യവും അതിനോടുള്ള ഒരു സംഗതികളുമൊക്കെ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഒന്ന് ആ ശരീരഭാഷ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അടിച്ചാൽ തിരിച്ചടിക്കുന്ന തരത്തിലുള്ള ഒരു കരുത്തുള്ളൊരു നടനായി ഈ യുവനിരയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് പൃഥ്വിരാജാണ്. അതോടൊപ്പം ടൊവിനോയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും ഈ ബോളിവുഡിലും ഉൾപ്പെടെയുള്ള സ്വീകാര്യതയുള്ള തലത്തിലേക്കാണ് ഈ താരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം കേരളത്തിലും കേരളത്തിന് പുറത്തും ബോളിവുഡിലുമൊക്കെ ഒരു അലയൊലികൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ താരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ യുവതാരങ്ങൾ ഒരു പാൻ ഇന്ത്യൻ നിലയിലേക്ക് വളരുകയും ആ നിലയിൽ തന്നെ അവർ അവിടെയും പിടിച്ചടക്കുന്ന തരത്തിലേക്കാണ് അവരുടെ ഒരു പോക്ക്. അപ്പോൾ അതിൽ ഉണ്ണി മുകുന്ദൻ വലിയൊരു നിലയിലേക്ക് ഉള്ള ഒരു വളർച്ചയുടെ സൂചനയാണ് ഈ മാർക്കോയുടെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ സിനിമയിലെ വയലൻസ് അങ്ങനെ ഒരു വയലൻസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അല്ല. സിനിമയായിട്ട് കാണുക, അതിൻ്റെ ആ രീതിയിൽ കാണുന്ന തരത്തിലുള്ളൊരു വയലൻസേ അതിനകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ദിനംപ്രതിയുള്ള ആനുകാലിക നമ്മുടെ ജീവിതത്തിൽ കാണുന്ന വാർത്തകളിലും ന്യൂസുകളിലും വരുന്ന യുദ്ധവാർത്തകളും സംഭവങ്ങളും അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. ഈ ആക്ഷൻ സിനിമയിൽ ഒരു റിവഞ്ചുമൊക്കെ ഉൾപ്പെട്ടതാണല്ലോ ആക്ഷൻ സിനിമ. അപ്പോൾ അതിൽ നന്നായിട്ട് അത് ഉണ്ണി മുകുന്ദൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകനെ അത് തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ഒരു സിനിമയിൽ പൂർണ്ണമായും അടിപ്പടം എന്നുള്ളൊരു ലേബൽ വരുന്നത് ഒരുപക്ഷെ വിജയം കൊണ്ടുവരണമെന്നില്ല.
ഈ മാർക്കോ മുന്നോട്ട് വെക്കുന്നത് അതൊരു കുടുംബ ചിത്രം എന്നുള്ള അതിലെ പ്രധാന കഥാപാത്രം ഉണ്ണിമൂന്തൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കുടുംബത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, കുടുംബത്തിലെ ചോര വീണാൽ അതിന് പകരം ചോദിക്കുന്ന, അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ആ കുടുംബ വൃത്തത്തിൽ നിന്നുള്ള ഒരു പ്രമേയമാണ് ഇത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അപ്പം അത് ഒരു കുടുംബ ചിത്രവും ആ കുടുംബത്തിനകത്തുള്ള മുഹൂർത്തങ്ങളും നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വൻ വിജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം മുഹൂർത്തങ്ങൾ നിരവധിയുണ്ട്. പ്രത്യേകിച്ച് ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു ഫാമിലി മാനായിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. ഈ മാർക്കോ എന്ന സിനിമയുടെ വിജയ ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആ സിനിമയിലെ സിദ്ദിഖും ജഗദീഷും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പങ്കാണ്. മലയാളത്തിലെ ഇരുത്തം വന്ന ക്യാരക്ടർ നടന്മാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇതിൽ സിദ്ദിഖ് ആദ്യകാലം മുതലേ ചെറിയ തമാശ വേഷങ്ങളും അതുപോലെ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളും ഒക്കെ ചെയ്ത് വരുമ്പോൾ പോലും അത് ഓരോ ഘട്ടത്തിലും അതിന് ഓരോ ടേണിംഗ് പോയിന്റിലൂടെ ആ നടൻ സിദ്ദിഖിലെ നടൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം, അദ്ദേഹം പിന്നെ ഗജകേസരി യോഗം എന്നുള്ള ഒരു സിനിമയിൽ ഒരു സീനുള്ള ഒരു കളക്ടറുടെ വേഷം ചെയ്യാൻ വരുന്ന കാലത്ത് പരിചയമുള്ളതാണ്. അപ്പം അദ്ദേഹം ആ ഒരു കഥാപാത്രമായാലും ഒരു സീനുള്ള ഒരു വേഷമായാലും അതിനെ പരിപൂർണമായി അതിനെ വിജയിപ്പിക്കുവാനും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അവതരിപ്പിക്കുവാനും ഒക്കെ ഉള്ളൊരു കഠിന പരിശ്രമം അന്ന് തൊട്ടേ നടത്തുന്നൊരു നടനാണ്. അപ്പോൾ അത് പിന്നീട് ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്തരം കയറ്റങ്ങൾ, അഭിനയ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ആർജിച്ച ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. മീൻസ് അത് മമ്മൂട്ടിയോടൊപ്പവും മോഹൻലാലിനോടൊപ്പവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന വലിയ കഥാപാത്രങ്ങളെ അദ്ദേഹം വളരെ ഈടുറ്റതായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു നടനാണ് സിദ്ദിഖ്. അതിൻ്റെ ഒരു തഴക്കം വന്ന ഒരു മെയ്വഴക്കവും അതിൻ്റെ കരുത്തുമെല്ലാം ഉള്ളൊരു കഥാപാത്രമായി ജോർജ് എന്ന് പറയുന്നൊരു ഇതിൻ്റെ ജ്യേഷ്ഠൻ്റെ കഥാപാത്രമായിട്ട് സിദ്ദിഖ് അവതരിപ്പിക്കുന്നു. അത് വളരെ വളരെ മനോഹരമായിട്ടാണ് ആ സിനിമയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉപരി ഈ സിനിമയിലെ ഒരു വിജയ ഘടകം ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷനാണ് ജഗദീഷ് നടത്തുന്നത്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. ജഗദീഷ് എന്ന നടൻ വളരെ ഇടിച്ചു കയറി സിനിമയിലും നാടകത്തിലും ഒക്കെ അഭിനയിക്കാനുള്ള ഒരു ത്വര കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കോളേജ് ജീവിതത്തിന് ശേഷം അദ്ദേഹം നാടകത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വിജയ് ഹാളിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു നാടകത്തിൽ അഭിനയിച്ചു. അപ്പോൾ ആ അഭിനയത്തെക്കുറിച്ച് അടുത്ത ആഴ്ച വന്ന കലാകൗമുദിയിൽ എസ് ജയചന്ദ്രൻ നായർ സാർ എഴുതിയ ഒരു നിരൂപണം, ആ നാടകത്തെക്കുറിച്ച് എഴുതിയ ഒരു നിരൂപണത്തിൽ ജഗദീഷിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എഴുതിയത് കവളി മടൽ എടുത്തുകൊണ്ട് അടിക്കാൻ വരുന്ന പോലെയാണ് ജഗദീഷിൻ്റെ വരവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ജഗദീഷാണ് ഈ നിലയിലേക്ക് മാറിയിരിക്കുന്നത്. 30-35 വർഷം കൊണ്ട് ആ നടന് സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം, അത് പ്രേക്ഷകരെ ഈ സിനിമയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഈ ചിത്രത്തിൻ്റെ വിജയ ഘടകത്തിൽ ജഗദീഷിൻ്റെ കഥാപാത്രം വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ടോണി ഐസക് എന്ന ആ കഥാപാത്രം ഒരുപാട് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. സാധാരണ നമ്മൾ ജഗദീഷിനെ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു രൂപത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു മാറ്റം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ആ മാറ്റം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലാണ് സംവിധായകൻ. അതായത് കുറേ കാലമായി ഒരേ തരത്തിലുള്ള വേഷങ്ങളും ഒരു ഹ്യൂമർ ടച്ചുള്ളതും ഒരു ജസ്റ്റേഴ്സും അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും എല്ലാം ഒരേ തരത്തിലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമായ ഒരു ലുക്കിലേക്ക് മാറിയത്, ഒരു ട്രാൻസിഷൻ സംഭവിച്ചത്. അപ്പോൾ അത് ശരിക്കും ഈ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കഥാപാത്രം അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ഈ ടോണി എന്നുള്ള കഥാപാത്രം വളരെ നെഗറ്റീവായിട്ടുള്ള, വളരെ വില്ലനിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത് ജഗദീഷ് വളരെ ഭംഗിയായി അതിൻ്റെ ചലനങ്ങളും നോട്ടവും സംസാരവും ആ പ്രവൃത്തിയിലുമെല്ലാം അത് ഗംഭീരമായി അദ്ദേഹം അവതരിപ്പിച്ചു. സാധാരണ ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ അന്യഭാഷയിൽ നിന്ന് പലതരത്തിലുള്ള വില്ലന്മാരെ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയാണ് സാധാരണ ആക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന വലിയ
വലിയ ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെയുള്ള വില്ലന്മാരെ കൊണ്ടുവന്ന് മലയാളത്തിലെ ആക്ഷൻ സിനിമകളിൽ ഓരോ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളായിട്ട് അവരെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഉള്ളവരെ സാധാരണ ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ സിനിമയിൽ ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായ വില്ലൻ വേഷം ജഗദീഷാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രേക്ഷകർക്കും ഒരു വല്ലാത്ത ഒരു അമ്പരപ്പുള ഉളവാക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പുതുമയും. അപ്പോൾ അത് ആ നടനിൽ ഉണ്ടാക്കുന്ന മാറ്റം ജഗദീഷിൻ്റെ ഇനിയുള്ള കരിയറിൽ ഒരു വല്ലാത്ത ഒരു മാറ്റമായിരിക്കും ഈ ടോണി എന്നുള്ള ഈ വില്ലൻ കഥാപാത്രം സൃഷ്ടിക്കുന്നത്. അതായത് അത് അന്യഭാഷകളിലേക്കും തെലുങ്കിലും തമിഴിലേക്കും ഒക്കെ നമ്മുടെ ജഗദീഷിന് പോകേണ്ടി വരുമെന്നുള്ളതാണ് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ചലനങ്ങളും നോട്ടവും എല്ലാം അദ്ദേഹം വളരെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കോ മലയാള സിനിമയ്ക്ക് നൽകുന്ന ഒരു സംഭാവനയാണ് തിലകൻ്റെ കൊച്ചുമകൻ അഭിമന്യു. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ്. അതായത് ജഗദീഷിൻ്റെ മകനായിട്ട് ഈ യുവ വില്ലനായിട്ട് ഈ സിനിമയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് പൈതൃകമായി കിട്ടിയ ഒരു അഭിനയശേഷി ആ ചെറുപ്പക്കാരനിലുണ്ട് എന്ന് അതിൻ്റെ പ്രതിഭയുടെ ഒരു മിന്നലാട്ടം നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശബ്ദം കൊണ്ടും അദ്ദേഹത്തെ നമുക്ക് പലപ്പോഴും തിലകൻ്റെയും ഷമ്മിയുടെയും ഒക്കെ ശബ്ദം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ജസ്റ്റേഴ്സും ഒക്കെ ആ നടൻ എടുത്തു കാട്ടുന്നു. രൂപത്തിൽ നമ്മൾ സണ്ണി വെയിൻ്റെ ഒരു രൂപസാദൃശ്യം പോലെ തോന്നുമെങ്കിലും ആ നടൻ അഭിമന്യു വളരെ ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ ആ തുടക്കം ഗംഭീരമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഹനീഫ് ഫതേരി, അദ്ദേഹം നേരത്തെ 2 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര വിജയം കൈവരിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായ ഒരു കഥയുമായി വരികയും അത് ഒരു വലിയ വിജയമായി മാറുകയും ചെയ്തതിൽ അദ്ദേഹത്തിനും ഉള്ള പങ്കിനോടൊപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവും വലിയൊരു മുതൽ മുടക്ക് വളരെ ധൈര്യപൂർവ്വം ഇറക്കുകയും അത് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും പൂർണ്ണമായ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വിജയഘടകം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഈ സിനിമ ഒരു പൂർണ്ണ വിജയമായി മാറിയത്. പക്ഷേ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇതിനകത്ത് വയലൻസ് അങ്ങനെ കൂടുതലാണ്, അത്തരം പ്രചരണങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരുപക്ഷെ ഇതിനെ ബാധിക്കില്ല. കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് നരസിംഹം റിലീസ് ചെയ്ത ദിവസം ആ സിനിമ കണ്ടിറങ്ങിയിട്ട് അന്ന് ആദ്യത്തെ ഷോ കണ്ടിറങ്ങിയ കൂട്ടത്തിൽ ഞാനും എറണാകുളത്ത് വെച്ച് ആ സിനിമ കണ്ടാണ്. അപ്പോൾ അത് കണ്ടിറങ്ങിയപ്പോൾ ഇതിനകത്ത് ഇത് കുടുംബ പ്രേക്ഷകർ വരില്ല, ആക്ഷൻ കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. പക്ഷേ അതിലെ തിലകൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു കുടുംബ മുഹൂർത്തങ്ങളിലുള്ള പെർഫോമൻസ് പിന്നീട് കുടുംബ പ്രേക്ഷകരെ കേരളത്തിലെ മുഴുവൻ കുടുംബ പ്രേക്ഷകരെയും തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഒരു വലിയ ഹിറ്റാണ് ഹിറ്റിനാണ് പിന്നെ സാക്ഷിയായത്. അതുപോലെ മാർക്കോയിൽ വയലൻസിൻ്റെ അങ്ങേയറ്റമാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലും അതുപോലെ വാർത്തകളിലൂടെയും ഒക്കെ ഒരു യുദ്ധമുഖത്ത് നിന്നുമൊക്കെ ഉള്ള ഒരുപാട് വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഒരു 2.5 മണിക്കൂർ നിൽക്കുന്ന ഒരു സിനിമയിൽ അതിലെ നായകനും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു വില്ലനിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു വയലൻസാണ്. അപ്പോൾ അതിൽ തന്നെ ഈ സിനിമയിലെ പ്രധാന വില്ലനെ നേരിടുന്ന ഘട്ടത്തിൽ പ്രേക്ഷകൻ മടിച്ചു നിൽക്കുന്നു. അത് ഇത്രയും പോരാ എന്ന് തോന്നുന്ന തരത്തിലാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. ആ പ്രധാന വില്ലനെ കൈകാര്യം ചെയ്യുന്നത് കുറച്ചുകൂടെ വേണം, നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ വേണം എന്നുള്ള തരത്തിലുള്ളൊരു അങ്ങനെയാണ് യുവാക്കളുടെ യുവ പ്രേക്ഷകരുടെ ഒരു തോന്നൽ. അങ്ങനെ ഒരു തോന്നലിലാണ് ഈ പടം അവസാനിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലെ കുടുംബ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇതിനകത്ത് കുടുംബ ബന്ധങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ ഇഷ്യൂസുണ്ട്, പ്രണയമുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ സിനിമ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് തന്നെയായാലും ഇതിപ്പം തുടക്കത്തിൽ തന്നെ കോടികളാണ് ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പുഷ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ തിയേറ്റർ നിറഞ്ഞു നിന്ന ആ സിനിമകളൊക്കെ ഈ മാർക്കോയുടെ വരവോടെ അത്തരം സിനിമകളൊക്കെ വലിഞ്ഞ് അവർ പിൻവാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സിനിമ
കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു സിനിമയും അതിലെ ഒരു താരവും ഒരു താരോദയവും അതിൻ്റെ ഒരു കുതിച്ചുകയറ്റവുമാണ് നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത്. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി.